ക്ലോസ് ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ ആയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ക്ലോസ് ഫ്രണ്ടാണെങ്കിൽ ക്ലോസ് ഫ്രണ്ടിനെ നമ്മൾ വൈകുന്നേരം കുറച്ച് സമയം കാണുന്നു, പിറ്റേ ദിവസം രാവിലെ കാണുന്നു, ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയാണ് കാണുന്നത്. പക്ഷെ നമ്മളൊരു ബിസിനസ്സിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ 24/7 വിൽ ബി ഇൻ ടച്ച് വിത്ത് ദാറ്റ് ഗായ്. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിൽ കാണാത്ത പല സംഭവങ്ങളും നമ്മൾ ഈ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലായിരിക്കും കാണുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത പല സംഭവങ്ങളും നമുക്ക് കാണാം. മറ്റേത് വൈകുന്നേരം വരുന്നു, നമ്മൾ ചിറ്റ് ചാറ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊന്നും ഇല്ല, നമ്മൾ സന്തോഷമായിട്ട് പോകും. പക്ഷേ നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ടൈം ഇൻവോൾവ് ആവുന്നതുകൊണ്ട് പല കാര്യങ്ങളും വരും. അത് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും വരും. അപ്പോഴാണ് ചേട്ടാ ഇത് ഇങ്ങനെയുള്ള ഒരാളല്ലല്ലോ നമ്മൾക്ക് അറിയാമെന്നുള്ളത്, ഇങ്ങനെയുള്ള ഒരാളല്ലല്ലോ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത്. നമ്മൾ ഒരു ബിസിനസ്സിലോട്ട് വരുമ്പോൾ അയാളുടെ മെറിറ്റ്സ് നോക്കിയിട്ട് വേണം നമ്മൾ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക. അല്ലാതെ ക്ലോസ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കാൻ അല്ല വേണ്ടത്. ചിലപ്പോൾ എന്നെ ആയിരിക്കും ആ പുള്ളിക്കാരൻ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വൈസ് വേഴ്സ. അങ്ങോട്ടും കൊണ്ടും നമ്മൾക്ക് എന്ത് കമ്പനിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ബിസിനസ് പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ നമുക്കിങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് ഡിസ്കസ് ചെയ്ത് 1 മണിക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ബിസിനസ് തുടങ്ങിക്കളയാൽ നിങ്ങൾക്ക് ആ ഫ്രണ്ട്ഷിപ്പും പോവും, പൈസയും പോവും, മനസ്സമാധാനം പോവും, എല്ലാം പോവും.